എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള PSC നടത്തുന്ന LGS പരീക്ഷയ്ക്കും 10th ലെവൽ പ്രിലിം എക്സാമിനും ഒക്കെ ഗുണപ്രദമാവുന്ന രീതിയിൽ നമ്മൾ തുടക്കം കുറിച്ച പുതിയ വീഡിയോ സീരീസിൽ പ്രീവിയസ് ആയിട്ട് പരീക്ഷകളിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളും അവയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ ഈ ഒരു ചോദ്യ പേപ്പറിൽ 25ാമത്തെ ചോദ്യം വരെ നമ്മൾ പഠിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ 26ാമത്തെ ചോദ്യമാണ് പരിചയപ്പെടുന്നത്. കോട്ടയത്തെ രാജാവായിരുന്നു എന്നതാണ് നമ്മുടെ ചോദ്യം. തന്നിരിക്കുന്നതിൽ മാർത്താണ്ഡവർമ്മ, വേലുത്തമ്പി ദളവ, കുറുമ്പനാട് രാജാവ്, പരശി രാജാവ് എന്നിങ്ങനെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ കോട്ടയം രാജവംശത്തിലെ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് പരശി രാജാവാണ്. പരശി രാജാവ് ഏത് രാജവംശത്തിലെ രാജാവാണ് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് വടക്കൻ മലബാറിൽ ഉൾപ്പെട്ട കോട്ടയം രാജവംശത്തിലെ രാജാവാണ് പരശി രാജാവ് എന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരുന്നു എന്ന് തന്നിരിക്കുന്നു ചോദ്യം. ഓപ്ഷൻ എയിൽ കൊച്ചി, ഓപ്ഷൻ ബിയിൽ മലബാർ, ഓപ്ഷൻ സിയിൽ തിരുവിതാംകൂർ, ഓപ്ഷൻ ഡിയിൽ ഇതൊന്നുമല്ല എന്നാണ് കൊടുത്തത്. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ്, മലബാർ ആണ്. കൃത്യമായിട്ട് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ്. ബ്രിട്ടീഷ് ആ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം നമ്മുടെ കേരളം പ്രധാനമായിട്ടും 3 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. അതിലൊന്ന് തിരുവിതാംകൂർ, നടുവായിട്ട് നമ്മുടെ കൊച്ചി ഭാഗം വരും, പിന്നെ ഉള്ളത് വടക്ക് ഭാഗത്തായിട്ട് നമ്മുടെ മലബാർ പ്രദേശമാണ് ഉൾക്കൊള്ളുന്നത്. ഇതിൽ നമ്മുടെ മലബാർ ഭാഗവും അതേപോലെ തന്നെ തിരുവിതാംകൂർ ഭാഗവും അതേപോലെ നമ്മുടെ കൊച്ചി ഭാഗവും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ ഇവിടെ കൃത്യമായിട്ടൊരു പോയിന്റ് ഓർത്തിരിക്കുക, നമ്മുടെ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരുന്നു മലബാർ എങ്കിൽ ബ്രിട്ടീഷുകാരുടെ പരോക്ഷമായ ഭരണത്തിന് കീഴിലായിരുന്നു ബാക്കി വരുന്ന കൊച്ചിയും അതേപോലെ തന്നെ തിരുവിതാംകൂറും. അതായത് ബ്രിട്ടീഷുകാർ മലബാറിൽ നേരിട്ട് ഭരണം നടത്തിയപ്പോൾ കൊച്ചിയിലും തിരുവിതാംകൂറിലും റെസിഡന്റുമാരിലൂടെ പരോക്ഷമായാണ് ഭരണം നടത്തിയിരുന്നത്. കൊച്ചിയിലും തിരുവിതാംകൂറിലും റെസിഡന്റുമാരിലൂടെ പരോക്ഷമായിട്ടാണ് ബ്രിട്ടീഷുകാർ ഭരണം നടത്തിയിരുന്നത്. അതേ സമയത്ത് മലബാറിലേക്ക് വരുമ്പോൾ അവിടെ നേരിട്ടാണ് ഭരണം നടത്തിയത്. അങ്ങനെ മലബാറിൽ നേരിട്ട് ഭരണം നടത്താൻ കാരണമായ അല്ലെങ്കിൽ മലബാർ ബ്രിട്ടീഷുകാർക്ക് കീഴിൽ വരാൻ കാരണമായ ഒരു ഉടമ്പടിയുണ്ട്. PSC പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്നതാണ് ആ ഉടമ്പടിയുടെ പേര്. ആ ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. ശ്രീരംഗപട്ടണം ഉടമ്പടി. ഇത് ബ്രിട്ടീഷുകാരും ടിപ്പുവും തമ്മിലാണ് ഈ ഒരു ഉടമ്പടി ഒപ്പുവെക്കുന്നത്. ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ച വർഷം PSC റിപ്പീറ്റായി ചോദിക്കുന്നതാണ്. 1792 കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ടിപ്പുവും അതേപോലെ തന്നെ ബ്രിട്ടീഷുകാരും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ്. 3ാം മൈസൂർ യുദ്ധത്തെ തുടർന്ന് ടിപ്പു പരാജയപ്പെടുന്നു. അതേ തുടർന്ന് ബ്രിട്ടീഷുകാർക്ക് ടിപ്പു നൽകിയ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അത് മലബാറാണ്. ആ ഒരു പ്രദേശം നൽകാനിടയാക്കിയ ഉടമ്പടി ഏതെന്ന് ചോദിച്ചാൽ ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ്. ഇത് നടന്ന വർഷം ചോദിക്കും, 1792 കാര്യം ഓർത്തിരിക്കുക. ഇത് നമ്മൾ പരിചയപ്പെടുന്ന അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് പങ്കെടുത്തവരിൽ പ്രധാനിയായിരുന്നാണ്. EV രാമസ്വാമി നായ്ക്കർ, K കാമരാജ്, T പ്രകാശം, ഭക്തവത്സലം എന്നിങ്ങനെയാണ് ഓപ്ഷനിൽ നൽകിയിരിക്കുന്നത്. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് EV രാമസ്വാമി നായ്ക്കർ എന്നതാണ്. EV രാമസ്വാമി നായ്ക്കർ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലെ മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ച വ്യക്തിയാണ് EV രാമസ്വാമി നായ്ക്കർ എന്ന കാര്യം ഓർക്കുക. പെരിയോർ എന്നും വൈക്കം ഹീറോ എന്നും വൈക്കം വീരർ എന്നൊക്കെ അറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കറാണ്. EV രാമസ്വാമി നായ്ക്കരുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പ്രദേശം ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് വൈക്കമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് പങ്കെടുത്തവരിൽ പ്രധാനിയാണ് EV രാമസ്വാമി നായ്ക്കർ. 1924 മാർച്ച് മാസം 30-ാം തീയതിയാണ് ഇന്ത്യയിൽ ഐത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപം എന്നറിയപ്പെടുന്ന ഇന്ത്യയിൽ ഐത്തത്തിനെതിരായിട്ട് നടന്ന ആദ്യത്തെ സംഘടിത കലാപം എന്നറിയപ്പെടുന്ന വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടത്തിയ പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് അറിയപ്പെടുന്നത്. ഓരോ ദിവസവും അവർണ സവർണ വിഭാഗത്തിൽപ്പെട്ട 3 പേർ, ഓരോ ദിവസവും അവർണ സവർണ വിഭാഗത്തിൽപ്പെട്ട 3 പേർ
അവർണർക്ക് പ്രവേശനമില്ല എന്നെഴുതിയ ബോർഡിന്റെ പരിധി കടന്ന് ക്ഷേത്രത്തിൽ പോകുക എന്നതായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന്റെ സമരമുറ എന്ന് പറയുന്നത്. അങ്ങനെ ഈ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് 30-നാണ്. മൊത്തം 603 ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നത്. 1925 നവംബർ മാസം 23-ാം തീയതി വൈക്കം സത്യാഗ്രഹം അവസാനിച്ചു. ഈ 2 തീയതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര ദിവസം എന്നൊക്കെ PSC എടുത്തു ചോദിച്ചിട്ടുണ്ട്. 603. ആരംഭിച്ച് എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 1924 മാർച്ച് 30-ാം തീയതി. അതേപോലെ ഇത് അവസാനിച്ച് എന്നാണെന്നും ചോദിച്ചിട്ടുണ്ട്. 1925 നവംബർ 23-ാം തീയതിയാണ്. നമ്മുടെ ഈ ഒരു ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഒരു പേരാണ് ടി പ്രകാശം എന്ന പേര്. ആന്ധ്ര സംസ്ഥാനത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ടി പ്രകാശമാണ്. നമുക്കറിയാം, ആന്ധ്ര സംസ്ഥാനമാണ് ഭാഷാ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ സ്റ്റേറ്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സംസ്ഥാനത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ടി പ്രകാശമാണ്. ഇദ്ദേഹത്തെയാണ് ആന്ധ്ര കേസരി എന്നും വിളിക്കുന്നത്. പലപ്പോഴായിട്ട് PSC പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ഒന്നാണ്. ആന്ധ്ര കേസരി എന്ന് അറിയപ്പെടുന്ന ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ടി പ്രകാശമാണ്. ആന്ധ്ര സംസ്ഥാനത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ടി പ്രകാശമാണ്. നമുക്കറിയാം, 1953 ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ചു. അതിനുശേഷം 56 സംസ്ഥാന പുനഃസംഘടനാ നിയമമൊക്കെ പാസ്സാക്കിയതിനു ശേഷം ഈ സംസ്ഥാനത്തിന്റെ തൊട്ടടുത്തുള്ള കുറച്ച് പ്രദേശങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് ആന്ധ്രാപ്രദേശ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ 1953 വന്ന ആന്ധ്ര സംസ്ഥാനത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് ആര്? ടി പ്രകാശം എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി ഇവിടെ തന്നിരിക്കുന്ന മറ്റൊരു പേരാണ് കെ കാമരാജ്. കെ കാമരാജ് ഇന്ത്യൻ രാഷ്ട്രത്തിലെ കിങ് മേക്കർ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ രാഷ്ട്രത്തിലെ കിങ് മേക്കർ എന്നറിയപ്പെടുന്ന പ്രമുഖ നേതാവ് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കെ കാമരാജാണ്. എണ്ണൂർ പോർട്ട് ട്രസ്റ്റ് അതിൻ്റെ പുതിയ പേര് ഇദ്ദേഹത്തോടുള്ള സ്മരണാർത്ഥം കാമരാജൻ പോർട്ട് ലിമിറ്റഡ് എന്നാക്കി മാറ്റിയിട്ടുണ്ട്. എണ്ണൂർ പോർട്ട് ട്രസ്റ്റിന്റെ പുതിയ പേരെന്താണ്? കാമരാജൻ പോർട്ട് ലിമിറ്റഡ് ആണ്. ഇവിടെ തന്നിരിക്കുന്ന ഭക്തവത്സലം എന്ന് പറയുന്ന പേര് മുൻ തമിഴ്നാട് മുഖ്യമന്ത്രിയായ ഭക്തവത്സലം മഹാത്മാഗാന്ധിയുടെ സ്വാധീനത്താൽ റൗലറ്റ് ബില്ലിനായിട്ട് സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇദ്ദേഹം ഒരു പത്രം ആരംഭിച്ചിട്ടുണ്ട്. ആ പത്രത്തിന്റെ പേര് ഇന്ത്യ എന്നാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ അടുത്ത ചോദ്യം, സ്വാമിത്തോപ്പ് എന്ന സ്ഥലം ഏത് സാമൂഹ്യ പരിഷ്കർത്താവിന്റെ ജന്മസ്ഥലമാണെന്നാണ്. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ആണ്, അയ്യ വൈകുണ്ഠസ്വാമി. ഇത് തമിഴ്നാട്ടിലാണ് ഈ സ്വാമിത്തോപ്പ് സ്ഥിതി ചെയ്യുന്നത്. സ്വാമിത്തോപ്പ് എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം അയ്യ വൈകുണ്ഠസ്വാമിയുടെ ജന്മസ്ഥലമാണ്. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ വ്യക്തി എന്നറിയപ്പെടുന്ന ആരെന്ന് ചോദിച്ചാൽ അയ്യ വൈകുണ്ഠസ്വാമികളാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക, ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടതും വൈകുണ്ഠസ്വാമി ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് വൈകുണ്ഠസ്വാമി ആണെന്ന കാര്യം ഓർത്തിരിക്കുക. രാജാധികാരത്തെ എതിർത്ത ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവ് എന്നറിയപ്പെടുന്നതും വൈകുണ്ഠസ്വാമികളാണ്. രാജാധികാരത്തെ എതിർത്ത ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവ്. വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ട് PSC എപ്പോഴും ചോദിക്കുന്ന അദ്ദേഹത്തിന്റെ മുദ്രാവാക്യമാണ് വേല ചെയ്താൽ കൂലി കിട്ടണം എന്നത്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്നത് ആരുടെ മുദ്രാവാക്യമാണ് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് വൈകുണ്ഠസ്വാമിയുടെ മുദ്രാവാക്യമാണ്. വൈകുണ്ഠസ്വാമികളുടെ മുദ്രാവാക്യമാണ് വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം. സുചീന്ദ്രം ക്ഷേത്രത്തിലെ രഥത്തിന്റെ കയറിന്റെ തൻ്റെ സഹപ്രവർത്തകരുമായി ചേർന്ന് പരസ്യമായി വലിച്ച് ആചാര ലംഘനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ഉത്തരമായിട്ട് വരേണ്ടതും വൈകുണ്ഠസ്വാമികളാണ്. സുചീന്ദ്രം ക്ഷേത്രത്തിലെ രഥത്തിന്റെ കയറ് തൻ്റെ സഹപ്രവർത്തകരുമായി ചേർന്ന് പരസ്യമായി വലിച്ച് ആചാര ലംഘനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളതാണ് സമപന്തി ഭോജനം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരെന്നും സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരെന്നും മഹാവിഷ്ണുവിന്റെ അവതാരമാണെന്ന് സ്വയം വിശേഷിപ്പിച്ച നവോത്ഥാന നായകൻ ആരെന്നൊക്കെ ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് വൈകുണ്ഠസ്വാമികളാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. ഇവിടെ തന്നിരിക്കുന്ന സഹോദരൻ അയ്യപ്പൻ, അദ്ദേഹം ജനിക്കുന്നത് എറണാകുളം ജില്ലയിലെ ചേറായിലാണ്.
അതേപോലെ തന്നെ ഇവിടെ തന്നിരിക്കുന്ന ചട്ടമ്പി സ്വാമികൾ, അദ്ദേഹം ജനിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമ്മൂലയിലെ കൊല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ തിരുവനന്തപുരം ജില്ല, കണ്ണമ്മൂല, കൊല്ലൂർ, ഇതൊക്കെ ഓപ്ഷനിൽ വരാവുന്നതാണ്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു നമുക്ക് എല്ലാവർക്കും അറിയാം. ശ്രീനാരായണ ഗുരു ജനിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ്. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നത്, ഇവിടെ നമ്മൾ നൽകിയിരിക്കുന്ന സഹോദരൻ അയ്യപ്പൻ, അദ്ദേഹം എവിടെയാണ് ജനിക്കുന്നത് എന്ന് ചോദിച്ചാൽ എറണാകുളം ജില്ലയിലെ ചെറായി എന്ന് പറയുന്ന സ്ഥലത്താണ്. അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിലേക്ക് വരുമ്പോൾ അവിടെ ഉത്തരമായിട്ട് വരേണ്ട തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ്. അയ്യ വൈകുണ്ഠസ്വാമി നമ്മൾ ഓൾറെഡി ഇപ്പോൾ പരിചയപ്പെട്ട് കഴിഞ്ഞു, സ്വാമിത്തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അടുത്ത നമ്മൾ പരിചയപ്പെട്ടത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമ്മൂലയിലാണ്. കൊല്ലൂർ എന്നും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതും വരാം. അതുപോലെ തന്നെ നമ്മുടെ കൊല്ലങ്ങോട് ജനിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. SCR ടെക്സ്റ്റ് ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. കൊല്ലങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന കാര്യം ഓർത്തിരിക്കുക. തമിഴ്നാട്ടിലെ ചെങ്കൽപ്പേട്ട്, നഗലപുരം എന്നും ചിലപ്പോൾ ഓപ്ഷനിൽ വരാം. അവിടെ ജനിച്ച നവോത്ഥാന നായകനാണ് തൈക്കാട് അയ്യർ. ഒരു കോളത്തിൽ ഇങ്ങനെ SCRT കൊടുത്താണ്, അവിടെ നിന്നാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ആ കോളത്തിൽ പറഞ്ഞ കുറച്ച് പേരുകളാണ് നിങ്ങൾ മുന്നിൽ ഷെയർ ചെയ്തത്. അതുപോലെ തന്നെ കുര്യാക്കോസ് ഏലിയാസ് ചാവറ ജനിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ ആലപ്പുഴ ജില്ലയിലെ കൈനക്കരി എന്ന് പറയുന്ന സ്ഥലത്താണ്. ആലപ്പുഴ ജില്ലയിലെ കൈനക്കരി എന്ന് പറയുന്ന സ്ഥലത്താണ് ആര് ജനിക്കുന്നത്? കുര്യാസ് ഏലിയാസ് ചാവറ ജനിക്കുന്നത്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയാം. നമ്മുടെ ചോദ്യത്തിൽ നൽകിയിരിക്കുന്നത് സ്വാമിത്തോപ്പ് എന്ന സ്ഥലം ഏത് സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ ജന്മസ്ഥലം എന്നാണ്. അവിടെ ഉത്തരമായിട്ട് വരുന്നത് അയ്യ വൈകുണ്ഠസ്വാമികളാണ്. ഓപ്ഷൻ എയിൽ കൊടുത്തിരിക്കുന്ന സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ട് എറണാകുളം ജില്ലയിലെ ചേറായിയാണ്. ശ്രീനാരായണ ഗുരു ജനിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴത്തിയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി എന്ന സ്ഥലത്താണ്. ഇനി ചട്ടമ്പി സ്വാമികൾ ജനിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമ്മൂല, കൊല്ലൂർ. ഇത് ഓർത്തിരിക്കുക. ഇനി അടുത്ത നമ്മൾ പറഞ്ഞത് തൈക്കാട് അയ്യയാണ്. തൈക്കാട് അയ്യയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലെ ചെങ്കൽപ്പേട്ട്, നഗലപുരം എന്നും ഓപ്ഷനിൽ നൽകാം. ഇനി ബ്രഹ്മാനന്ദ ശിവയോഗിയുമായി ബന്ധപ്പെട്ട് കൊല്ലങ്കോട് എന്ന് പറയുന്ന സ്ഥലമാണ് ഓർത്തിരിക്കേണ്ടത്. അതുപോലെ ആലപ്പുഴ ജില്ലയിലെ കൈനക്കരി എന്ന് പറയുന്ന സ്ഥലത്താണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ ജനിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഭരണഘടനാ ഭാഗം നമുക്കറിയാം 4A ആണ്. 4A ആണ് മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഭരണഘടനാ ഭാഗം. നമുക്കറിയാം നമ്മുടെ ഭരണഘടനയിൽ 25 ഭാഗങ്ങളാണ് നിലവിലുള്ളത്. എത്ര ഭാഗങ്ങളാണ് നിലവിലുള്ളത്? 25 ഭാഗങ്ങളാണ് നിലവിലുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ പറയുന്ന മൗലിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഇത് ഉൾപ്പെട്ടിരിക്കുന്നത് ഭാഗം 4A ഇതിൽ ഒറ്റ ഒരു ആർട്ടിക്കിൾ മാത്രമേ ഉള്ളൂ. 51A എന്ന് പറയുന്ന ആർട്ടിക്കിൾ മാത്രമാണ് ഉള്ളത്. ഇനി നമ്മുടെ ഭരണഘടന എടുക്കുകയാണെങ്കിൽ, നമ്മുടെ ഭരണഘടന എടുക്കുകയാണെങ്കിൽ അതിൽ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് യൂണിയനും അതിൻ്റെ പ്രദേശവുമാണ്. യൂണിയനും അതിൻ്റെ പ്രദേശവുമാണ് ഒന്നാമത്തെ ഭാഗം. ഈ ഒന്നാമത്തെ ഭാഗത്തിൽ 1 മുതൽ 4 വരെയുള്ള അനുച്ഛേദങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. ഭരണഘടന എടുക്കുകയാണെങ്കിൽ അതിൽ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് യൂണിയനും അതിൻ്റെ പ്രദേശവുമായി ബന്ധപ്പെട്ടതാണ്. അതിനുള്ളിൽ ഉൾക്കൊള്ളുന്ന ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് 1 മുതൽ 4 വരെയാണ്. തുടർന്ന് വരുന്ന രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് പൗരത്വവുമായി ബന്ധപ്പെട്ടതാണ്. അത് 5 മുതൽ 11 വരെയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഭരണഘടനയിൽ ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ പൗരത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു. ഇത് രണ്ടാമത്തെ ഭാഗത്തിലാണ്. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മൂന്നാമത്തെ ഭാഗം. മൂന്നാമത്തെ ഭാഗം മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അനുച്ഛേദം 12 മുതൽ 35 വരെയാണ് മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ ഭാഗം എന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ മാർഗനിർദ്ദേശക തത്വങ്ങൾ, ഇത് ഭരണഘടനയിലെ 4ാമത്തെ ഭാഗത്താണ് ഉൾക്കൊള്ളുന്നത്. 36 മുതൽ 51 വരെയുള്ള ആർട്ടിക്കിൾസ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? മാർഗനിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ടത്, നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത് ഭാഗം 4A ആണ്. അതായത് മൗലിക കടമകളുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. അതിൽ ഉൾക്കൊള്ളുന്ന ആർട്ടിക്കിൾ 51A ആണ്. അതിന് മുമ്പുള്ള ഭാഗങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. അതിൽ ഭാഗം 1 എന്നാൽ യൂണിയനും അതിൻ്റെ പ്രദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു. അത് ആർട്ടിക്കിൾ 1 മുതൽ 4 വരെയാണ്. തുടർന്ന് വരുന്ന 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിൾ നമ്മുടെ ഭരണഘടനയിലെ ഭാഗം 2 ഉൾപ്പെടുന്നു. ഇത് പ്രതിപാദിക്കുന്നത് പൗരത്വത്തെക്കുറിച്ചാണ്. മൂന്നാമത്തെ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്ന ഭരണഘടനാ ഭാഗം ചോദിച്ചാൽ ഭാഗം 3ഉം
മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ചോദിച്ചാൽ ഭാഗം 3-ൽ 12-ാമത്തെ അനുച്ഛേദം മുതൽ 35-ാമത്തെ അനുച്ഛേദം വരെയാണ്. തുടർന്ന് ഭാഗം 4 മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. അതിൽ ഉൾപ്പെടുന്ന ആർട്ടിക്കിൾസ് ചോദിച്ചാൽ 36 മുതൽ 51 വരെയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ബേലൂർ മഠം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘടന ഏതെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ബ്രഹ്മസമാജം, രാമകൃഷ്ണ മിഷൻ, ജാതിനാശിനി സഭ, യോഗക്ഷേമ സഭ എന്ന് നൽകിയിരിക്കുന്നു. ഇതിൽ രാമകൃഷ്ണ മിഷൻ എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. രാമകൃഷ്ണ മിഷൻ എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. രാമകൃഷ്ണ മിഷനുമായി ബന്ധപ്പെട്ട് ഇത് സ്ഥാപിച്ച വർഷം ചോദിക്കാറുണ്ട്. 1897 കാര്യം ഓർത്തിരിക്കുക. രാമകൃഷ്ണൻ മിഷൻ സ്ഥാപിച്ച വർഷം 1897. ആരാണ് സ്ഥാപിച്ചതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദനാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക. രാമകൃഷ്ണ മിഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടാന്ന് ചോദിച്ചാൽ കൊൽക്കത്തയിലെ ബേലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ബേലൂർ മഠം എന്ന് നമുക്ക് പറയാം. അതെവിടെയാണ്? കൊൽക്കത്തയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഈ രാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗമാണ് ശാരദാ മഠം എന്ന് അറിയപ്പെടുന്നത്. രാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ശാരദാ മഠം എന്ന പേരിൽ അറിയപ്പെടുന്നത്. സ്വാമി വിവേകാനന്ദന്റെ ഗുരുവാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ എന്ന കാര്യം ഓർത്തിരിക്കുക. ദക്ഷിണേശ്വരത്തെ സന്യാസി എന്നറിയപ്പെടുന്ന ആര് തന്നെയാണ്? സ്വാമി വിവേകാനന്ദന്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസറാണ്. അപ്പൊ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ശ്രീരാമകൃഷ്ണ മിഷൻ ഓർത്തിരിക്കണം. ഇത് 1897 ഇത് സ്ഥാപിക്കുന്നത്. ഇത് സ്ഥാപിച്ചത് ആരാന്ന് വെച്ചാൽ സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദൻ ഇത് സ്ഥാപിക്കുന്നത് എവിടെ ആസ്ഥാനമായിട്ടാണെന്ന് വെച്ചാൽ കൊൽക്കത്തയിലെ ബേലൂർ മഠം ആസ്ഥാനമായിട്ടാണ്. അതേപോലെ ഈ രാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗമാണ് ശാരദാ മഠം എന്നറിയപ്പെടുന്നത്. സ്വാമി വിവേകാനന്ദന്റെ ഗുരു ആരെന്ന് വെച്ചാൽ ശ്രീരാമകൃഷ്ണ പരമഹംസറാണ്. ഇദ്ദേഹത്തെയാണ് ദക്ഷിണേശ്വരത്ത് സന്യാസി എന്ന് വിളിക്കുന്നത്. ആരെയാണ്? ശ്രീരാമകൃഷ്ണ പരമഹംസരെയാണ്. അതേപോലെ ഓപ്ഷൻ എയിൽ കൊടുത്തിരിക്കുന്ന ബ്രഹ്മസമാജം PSC പരീക്ഷയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ആരാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്? ഈ ക്ലാസ് കാണുന്ന എല്ലാവർക്കും അറിയാം, രാജാറാം മോഹൻ റോയ് ആണ്. 1828 ഓഗസ്റ്റ് 30 രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. 1828 ഓഗസ്റ്റ് മാസം 20 രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. ഒരിക്കൽ കൂടി, ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ചത് 1828 ഓഗസ്റ്റ് 20. 1828 ഓഗസ്റ്റ് 20. ബ്രഹ്മസമാജം ആദ്യകാലങ്ങളിൽ ബ്രഹ്മസഭ എന്നാണ് അറിയപ്പെട്ടത്. ബ്രഹ്മസഭ ബ്രഹ്മസമാജ് എന്ന് പുനർനാമകരണം ചെയ്യുന്നത് 1830 കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ആദ്യകാലങ്ങളിൽ ബ്രഹ്മസഭ എന്നറിയപ്പെട്ട പ്രസ്ഥാനം ഏതെന്ന് വെച്ചാൽ ബ്രഹ്മസമാജമാണ്. ഈ ബ്രഹ്മസഭ എന്ന പേര് മാറി ബ്രഹ്മസമാജമായത് 1830. ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഇത് സ്ഥാപിച്ചത് ആര് എന്ന് തന്നെയാണ് രാജാറാം മോഹൻ റോയ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇത് പിന്നീട് 1866 കാലഘട്ടത്തിൽ ഇത് രണ്ടായിട്ട് തിരിയുന്നു. ആദ്യ ബ്രഹ്മസമാജ് എന്നും ഭാരതീയ ബ്രഹ്മസമാജ് എന്നും രണ്ടായിട്ട് പിരിയുന്നുണ്ട്. ആദി ബ്രഹ്മസമാജ്, മറ്റൊന്നാണ് ഭാരതീയ ബ്രഹ്മസമാജ്. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, 1828 ഓഗസ്റ്റ് മാസം 20 രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിച്ചു. ബ്രഹ്മസമാജം തുടക്കത്തിൽ ബ്രഹ്മസഭ എന്നാണ് അറിയപ്പെട്ടത്. 1830 ഇത് എന്തായിട്ട് മാറുന്നു? ബ്രഹ്മസമാജായിട്ട് മാറുന്നു. അതിനുശേഷം 1866 കാലഘട്ടത്തിൽ ഇത് രണ്ടായിട്ട് പിരിയുന്നു. ആദി ബ്രഹ്മസമാജ് എന്നും ഭാരതീയ ബ്രഹ്മസമാജ് എന്നും രണ്ടായിട്ട് പിരിഞ്ഞു. ആദി ബ്രഹ്മസമാജ്, ഭാരതീയ ബ്രഹ്മസമാജ്. ഇതില് ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ദേവേന്ദ്രനാഥ ടാഗോറാണ്. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ദേവേന്ദ്രനാഥ ടാഗോറാണ്. ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് കേശവ് ചന്ദ്രസൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. 1866 ബ്രഹ്മസമാജം ആദി ബ്രഹ്മസമാജ് എന്നും ഭാരതീയ ബ്രഹ്മസമാജ് എന്നും രണ്ടായിട്ട് പിരിഞ്ഞു. അതിൽ ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ദേവേന്ദ്രനാഥ ടാഗോറും ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് കേശവ് ചന്ദ്രസെന്നുമാണ്. സാധാരണ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ആര് എന്ന് ചോദിക്കാറുണ്ട്. 1878 ആനന്ദമോഹൻ ബോസും ശിവനാരായണൻ ശാസ്ത്രിയുമാണെന്ന കാര്യം ഓർത്തിരിക്കുക.
സാധാരണ ബ്രഹ്മ സമാജത്തിന് നേതൃത്വം നൽകിയവരാണ് 1878 ആനന്ദമോഹൻ ബോസും ശിവനാരായണൻ ശാസ്ത്രിയും എന്ന പേര് ഓർക്കണം. ഇനി നമ്മുടെ കേരളത്തിൽ ഈ ബ്രഹ്മ സമാജത്തിന്റെ പ്രചരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് അയ്യത്താൻ ഗോപാലനാണ്. ഇത് PSC എപ്പോഴും ചോദിക്കുന്നതാണ്. കേരളത്തിൽ ബ്രഹ്മ സമാജത്തിന്റെ പ്രചാരണത്തിന് നേതൃത്വം നൽകിയത് ആരെന്ന് ചോദിച്ചാൽ അയ്യത്താൻ ഗോപാലനാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇവിടെ തന്നിരിക്കുന്ന മറ്റൊന്നാണ് യോഗക്ഷേമ സഭ എന്ന് പറയുന്നത്. നമുക്കറിയാം യോഗക്ഷേമ സഭ സ്ഥാപിക്കുന്നത് VT ഭട്ടതിരിപ്പാടാണ്. എത്രയോ തവണ PSC റിപ്പീറ്റായി ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ട ഇതാണ് യോഗക്ഷേമ സഭ എന്ന കാര്യം ഓർത്തിരിക്കുക. 1908 ജനുവരി 31 തീയതി ആലുവ കേന്ദ്രീകരിച്ച് യോഗക്ഷേമ സഭ സ്ഥാപിതമാകുന്നു. യോഗക്ഷേമ സഭയുടെ ആദ്യ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. യോഗക്ഷേമ സഭയുടെ ആദ്യ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. യോഗക്ഷേമ സഭയിലെ പ്രധാന അംഗമായിരുന്നു ആര്? VT ഭട്ടതിരിപ്പാട് എന്ന കാര്യം ഓർക്കുക. കൃത്യമായ SCERT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഒരു പോയിന്റാണ് ഈ യോഗക്ഷേമ സഭയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് ബഹുഭാര്യത്വം നിരോധിക്കുക, രണ്ടാമത്തത് വിധവാ വിവാഹം നടപ്പാക്കുക, മൂന്നാമത്തത് വൃദ്ധ വിവാഹം തടയുക. 3 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഒന്ന് ബഹുഭാര്യത്വം നിരോധിക്കുക, അതേപോലെ തന്നെ വൃദ്ധ വിവാഹം തടയുക, അതേപോലെ വിധവാ വിവാഹം നടപ്പാക്കുക. ഇനി യോഗക്ഷേമ സഭയുടെ ഒരു ആപ്തവാക്യമുണ്ട്, നമ്പൂതിരിയെ മനുഷ്യനാക്കുക. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നത് ഏത് സംഘടനയുടെ ആപ്തവാക്യമാണെന്ന് ചോദിച്ചാൽ യോഗക്ഷേമ സഭ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി ഇവരുടെ ഒരു മുഖപത്രമുണ്ട്, മംഗളോദയം എന്നതാണ് മുഖപത്രത്തിന്റെ പേര്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് യോഗക്ഷേമ സഭയുടെ മുഖപത്രമാണ് മംഗളോദയം എന്ന കാര്യം ഓർത്തിരിക്കുക. ഈ യോഗക്ഷേമ സഭ പ്രസിദ്ധീകരിച്ച മാസികകളാണ് ഈ മംഗളോദയം, അതുപോലെ തന്നെ മറ്റൊന്നാണ് യോഗക്ഷേമം. അപ്പൊ യോഗക്ഷേമം എന്ന് പറയുന്ന ഒരു മാസികയും ഇവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ ഇവരുടെ മുഖപത്രം ചോദിക്കുകയാണെങ്കിൽ മംഗളോദയമാണെന്ന കാര്യം ഓർക്കുക. യോഗക്ഷേമ സഭ 1908 ജനുവരി 31 ആലുവ കേന്ദ്രീകരിച്ച് സ്ഥാപിതമാകുന്നു. അതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. ഇതിലെ പ്രധാന അംഗമാണ് VT ഭട്ടതിരിപ്പാട്. പ്രധാന ലക്ഷ്യങ്ങൾ 3 പഠിച്ചു. ബഹുഭാര്യത്വം നിരോധിക്കുക, വിധവാ വിവാഹം നടപ്പാക്കുക, വൃദ്ധ വിവാഹം തടയുക. യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യം പഠിച്ചു, നമ്പൂതിരിയെ മനുഷ്യനാക്കുക. യോഗക്ഷേമ സഭയുടെ മുഖപത്രം പഠിച്ചു, മംഗളോദയം. യോഗക്ഷേമ സഭ പ്രസിദ്ധീകരിച്ച മാസികകൾ പഠിച്ചു, മംഗളോദയം, അതുപോലെ തന്നെ യോഗക്ഷേമവും. ഇത് നമ്മുടെ ഓപ്ഷനിൽ തന്നിരിക്കുന്ന മറ്റൊന്നാണ് ജാതി നാശിനി സഭ. ജാതി നാശിനി സഭ. ആനന്ദ തീർത്ഥനാണ് ജാതി നാശിനി സഭ സ്ഥാപിച്ചത്. 1933 കാര്യം ഓർത്തിരിക്കുക. 1933 ജാതി നാശിനി സഭ സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആനന്ദ തീർത്ഥനാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ട പ്രധാന വർഷങ്ങൾ എന്ന് പറയുന്നത് ശ്രീരാമകൃഷ്ണ മിഷൻ ആരംഭിച്ചത് 1897 ബ്രഹ്മസമാജം ആരംഭിച്ചത് 1828 ഓഗസ്റ്റ് 20 യോഗക്ഷേമ സഭ പഠിച്ചു 1908 ജനുവരി 31 അതേപോലെ ജാതി നാശിനി സഭ ആരംഭിച്ചത് 1933 ആരാണ് എന്ന് ചോദിച്ചാൽ ആനന്ദ തീർത്ഥൻ എന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ടൊന്ന് അറിഞ്ഞിരിക്കുക. ഇനി അടുത്തത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആരാണെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് മുഹമ്മദ് റിയാസ് എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. മുഹമ്മദ് റിയാസ്. ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് KN ബാലഗോപാൽ എന്ന് നമുക്കറിയാം. ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് KN ബാലഗോപാൽ എന്ന കാര്യം ഓർത്തിരിക്കുക. ആരാണ് ധനകാര്യ വകുപ്പ് മന്ത്രി? KN ബാലഗോപാൽ എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. ആരോഗ്യ വകുപ്പൊക്കെ കൈകാര്യം ചെയ്യുന്നത് വീണ ജോർജ് ആണെന്ന് നമുക്കറിയാം. ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് വീണ ജോർജ് ആണ്. ഇനി മറ്റൊന്നാണ് കേരളത്തിൽ നിന്ന് 18ാം ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക CPM അതായത് LDF അംഗം ആരെന്ന് ചോദിച്ചാൽ ഇതാ ഉത്തരമായിട്ട് വരുന്നത് നമ്മുടെ K രാധാകൃഷ്ണൻ എന്ന പേരും കൂടി ഓർത്തിരിക്കുക. തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണ സംവിധാനം വിഭാവനം ചെയ്തത് ആരാണെന്നാണ് നമ്മുടെ ചോദ്യം. പണ്ട് മുതലേ PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. CP രാമസ്വാമി അയ്യർ എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. CP രാമസ്വാമി അയ്യറാണ് തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണ സംവിധാനം വിഭാവനം ചെയ്ത വ്യക്തി എന്ന കാര്യം ഓർത്തിരിക്കുക. അതായത് ശ്രീ ചിത്തിര തിരുനാളിന്റെ പ്രമുഖ ദിവാനാണ് ആരെന്ന് പറയുന്നത് സർ CP രാമസ്വാമി അയ്യർ. അദ്ദേഹം 1936 ഈ ഒരു ദിവാൻ പദവിയിലേക്ക് എത്തുന്നത്.
തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആരെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് CP രാമസ്വാമി നായ്ക്കറാണെന്ന കാര്യം CP രാമസ്വാമി അയ്യർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. CP രാമസ്വാമി അയ്യർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ശ്രീ ചിത്തിര തിരുനാളിന്റെ പ്രമുഖ ദിവാനായിട്ടുള്ള CP രാമസ്വാമി അയ്യർ 1936 അദ്ദേഹം ദിവാനായിട്ട് വരുന്നത്. അദ്ദേഹമാണ് തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ എന്ന കാര്യം ഓർത്തിരിക്കുക. ഒരേ സമയം 2 സർവകലാശാലകളുടെ വൈസ് ചാൻസലർ പദവി വഹിച്ച തിരുവിതാംകൂർ ദിവാനാണ് നമ്മളിവിടെ പരിചയപ്പെടുന്ന CP രാമസ്വാമി അയ്യർ. അതിലൊന്ന് ബനാറസ് സർവകലാശാലയും മറ്റൊന്ന് അണ്ണാമലൈ സർവകലാശാലയും. ഒരേ സമയം 2 സർവകലാശാലകളുടെ വൈസ് ചാൻസലർ പദവി വഹിച്ച തിരുവിതാംകൂർ ദിവാൻ ആരെന്ന് ചോദിച്ചാലും CP രാമസ്വാമി അയ്യർ എന്ന പേര് നമുക്ക് പറയാം. ഏതെല്ലാം സർവകലാശാലയാണെന്ന് വെച്ചാൽ ബനാറസും അണ്ണാമലയുമാണെന്ന കാര്യം ഓർത്തിരിക്കുക. 2ാം മലബാർ ജില്ലാ കോൺഗ്രസിന് അധ്യക്ഷത വഹിച്ചതും CP രാമസ്വാമി അയ്യറാണ്. 2ാം ജില്ലാ മലബാർ കോൺഗ്രസിന് അധ്യക്ഷത വഹിച്ചതും ആര് തന്നെയാണ്? CP രാമസ്വാമി അയ്യറാണെന്ന കാര്യം ഓർത്തിരിക്കുക. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാൻ ചിത്തിര തിരുനാളിനെ പ്രേരിപ്പിച്ച വ്യക്തിയും CP രാമസ്വാമി അയ്യറാണ്. സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപനം നടത്തിയ ദിവാനും CP രാമസ്വാമി അയ്യറാണ്. അമേരിക്കൻ മോഡൽ ഭരണം തിരുവിതാംകൂറിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചതിന് സർ CP രാമസ്വാമി അയ്യർക്കെതിരെ നടന്ന സമരമാണ് പ്രസിദ്ധമായിട്ടുള്ള പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരം 1946 ഒക്ടോബർ 24 മുതൽ 27 വരെയാണ്. വർഷമാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. 1946 ആലപ്പുഴ കേന്ദ്രീകരിച്ച് പുന്നപ്ര വയലാർ എന്ന് പറയുന്ന ആ ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് അമേരിക്കൻ മോഡൽ ഭരണം തിരുവിതാംകൂറിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചതിന് സർ CP രാമസ്വാമി അയ്യർക്കെതിരെ നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം എന്ന കാര്യം ഓർത്തിരിക്കുക. പുന്നപ്ര വയലാർ സമര സമയത്ത് തിരുവിതാംകൂർ ദിവാൻ ആരെന്ന് വെച്ചാൽ സർ CP രാമസ്വാമി അയ്യറാണ്. അതുപോലെ തന്നെ സർ CPയെ 1947 ജൂലൈ 25 ആക്രമിച്ച കേരള സോഷ്യലിസ്റ്റ് പാർട്ടി അംഗമാരെന്ന് ചോദിച്ചാൽ KCS മണി എന്ന പേരും കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഇവിടെ തന്നിരിക്കുന്ന മറ്റൊരു പേരാണ് രാജാ കേശവദാസ്. പലപ്പോഴായിട്ട് PSC പരീക്ഷയിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ദിവാൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ആദ്യ തിരുവിതാംകൂർ ദളവയാരെന്ന് വെച്ചാൽ തിരുവിതാംകൂർ ദളവ. ദിവാൻ എന്ന് പറയുന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ആദ്യ തിരുവിതാംകൂർ ദളവയാരെന്ന് വെച്ചാൽ രാജാ കേശവദാസ് ആണ്. കേശവപിള്ള എന്നാണ് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് എന്ന കാര്യം ഓർക്കുക. വലിയ ദിവാൻജി എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ ദിവാൻ കൂടിയാണ് രാജാ കേശവദാസ് എന്ന കാര്യം ഓർത്തിരിക്കണം. വലിയ ദിവാൻജി എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ ദിവാനാണ് രാജാ കേശവദാസൻ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇദ്ദേഹത്തെ രാജാ കേശവദാസ് എന്നല്ല വിളിക്കുന്നത്. അതിൽ ആ രാജ എന്ന് പറയുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു പദവി അത് നൽകുന്ന ആരെന്ന് വെച്ചാൽ മോണിങ്ടൺ പ്രഭുവാണ്. കേശവദാസിന് രാജ എന്ന പദവി നൽകിയതാരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മോണിങ്ടൺ പ്രഭുവാണ്. ഇദ്ദേഹമാണ് നമ്മുടെ തൃശ്ശൂരിൽ നെടുങ്കോട്ട പണിയുന്നത്. തൃശ്ശൂരിൽ നെടുങ്കോട്ട പണിയുന്ന ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ പറയുന്ന രാജാ കേശവദാസനാണെന്ന കാര്യം ഓർത്തിരിക്കുക. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. അതേപോലെ MC റോഡിന്റെ പണി ആരംഭിച്ചതും ഇദ്ദേഹത്തിന്റെ ഒക്കെ കാലഘട്ടത്തിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ പരിചയപ്പെടുന്ന അടുത്ത ചോദ്യമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ചതാരെന്നാണ് നമ്മുടെ ചോദ്യം. പലപ്പോഴായിട്ട് PSC പരീക്ഷയിൽ റിപ്പീറ്റായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഉത്തരമായിട്ട് വരേണ്ടത് ആര്യപ്പള്ളമാണെന്ന കാര്യം ഓർത്തിരിക്കുക. പാലിയം ക്ഷേത്രത്തിന് മുന്നിലുള്ള ചേതമംഗലം റോഡ് വഴിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അഹിന്ദുക്കൾക്കും താഴ്ന്ന ജാതിക്കാർക്കും ലഭിക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് ഈ പറയുന്ന പാലിയം സത്യാഗ്രഹം. ഈ പാലിയം സത്യാഗ്രഹം നടന്ന പ്രദേശം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് എറണാകുളമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ എറണാകുളമാണ് ഈ ഒരു സത്യാഗ്രഹം നടന്ന പ്രദേശം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ സത്യാഗ്രഹം നടക്കുന്നത് 1947 ഡിസംബർ മാസം 4-ാം തീയതിയാണ്. ഈ ഒരു തീയതി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യമായി കഴിഞ്ഞു. 1947 ഓഗസ്റ്റ് 15 നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യമായി. അപ്പോൾ സ്വാതന്ത്ര്യമായതിനു ശേഷം ആദ്യമായിട്ട് നടന്ന കേരളത്തിലെ ഒരു പ്രക്ഷോഭം കൂടിയാണ് ഈ പറയുന്ന പാലിയം സത്യാഗ്രഹം എന്ന കാര്യം ഓർക്കുക. ഇതിന്റെ പ്രധാനപ്പെട്ട നേതാവ് എന്ന് പറയുന്നത് C കേശവനാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ 1947 ഇത് നടക്കുന്നത്. ഡിസംബർ 4-ാം തീയതിയാണ്. ഈ ഒരു പാലിയം സത്യാഗ്രഹം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്ന ഈ ഡിസംബർ 4-ാം തീയതിയാണ്. അത് ഉദ്ഘാടനം ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ C കേശവനാണ്. പാലിയം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് എന്നറിയപ്പെടുന്നു C കേശവനാണെന്ന കാര്യം ഓർക്കുക. ഈ പാലിയം സത്യാഗ്രഹം നടന്ന പ്രദേശം ചോദിക്കുകയാണെങ്കിൽ അത് എറണാകുളമാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഈ ഒരു പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വനിതകളാണ് ചിറക്കൽ കോവിലകത്തെ രമത്തമ്പുരാട്ടിയും ആര്യപ്പള്ളവും. ചിറക്കൽ കോവിലകത്തെ രമത്തമ്പുരാട്ടി, മറ്റൊരാളാണ് ആര്യപ്പള്ളം. അതാണ് നമ്മുടെ ചോദ്യം. പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ചതാരെന്ന് ചോദിച്ചാൽ ആര്യപ്പള്ളമാണെന്ന കാര്യം ഓർക്കുക. ഇനി പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സൗഹൃദ ജാഥ നയിച്ചതാരെന്ന് ചോദിക്കാം. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് KK കൗസല്യ എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. KK കൗസല്യ എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കുക. പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ചത് ആര്യപ്പള്ളമാണ്.
പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സൗഹൃദ ജാഥ നയിച്ചതായിരുന്നു വെച്ചാൽ കെ കൗസല്യാണ്. അതേപോലെ തന്നെ പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വനിതകളിൽ ഉൾപ്പെടുന്നു ആര്യാപ്പള്ളം, അതേപോലെ ചിറക്കൽ കോവിലകത്തെ രമത്തമ്പുരാട്ടി, ഈ പേരുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഇത് എവിടെയാണെന്ന് വെച്ചാൽ എറണാകുളത്താണ് നടന്നത്. ഇത് എന്നാണ് സി കേശവൻ ഉദ്ഘാടനം ചെയ്തത്? 1947 ഡിസംബർ 4-നാണ്. അപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട നേതാവ് ആരാണ്? സി കേശവനാണെന്ന കാര്യം ഒന്ന് ഓർത്തിരിക്കണം. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. ഇനി ഈ പറഞ്ഞ ആര്യാപ്പള്ളമാണ് കാതുമുറി പ്രസ്ഥാനത്തിന്റെ നേതാവ് എന്നറിയപ്പെടുന്നത്. കാതുമുറി പ്രസ്ഥാനത്തിന്റെ നേതാവ് എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആര്യാപ്പള്ളമാണെന്ന കാര്യം ഓർത്തിരിക്കുക. കാതുമുറി പ്രസ്ഥാനത്തിന്റെ നേതാവ് എന്നറിയപ്പെടുന്നത് ആര്യാപ്പള്ളമാണ്. പിന്നെ ആരുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ആര്യാപ്പള്ളം മറക്കുട ബഹിഷ്കരണ യാത്രയ്ക്ക് നേതൃത്വം നൽകിയതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ട VT ഭട്ടതിരിപ്പാടാണ്. നമ്പൂതിരി ബില്ല് ചർച്ച ചെയ്യുന്നതിനായിട്ട് കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വനിത കൂടിയാണ് ആര്? ഈ പറയുന്ന ആര്യാപ്പള്ളം എന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റുകൾ: പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ചായിരുന്നു വെച്ചാൽ ആര്യാപ്പള്ളമാണ്. എന്നാൽ പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സൗഹൃദ ജാഥ നയിച്ചായിരുന്നു വെച്ചാൽ കെ കൗസല്യാണ്. പിന്നെ നമ്മൾ അടുത്ത് പറഞ്ഞത് കാതുമുറി പ്രസ്ഥാനത്തിന് നേതാവായിരുന്നു വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആര്യാപ്പള്ളമാണ്. അതായത് ആര്യാപ്പള്ളത്തിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് ചെറുമീ സ്ത്രീകൾ കല്ലുമാല ഉപേക്ഷിക്കാൻ തയ്യാറായത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് കാതുമുറി പ്രസ്ഥാനത്തിന്റെ നേതാവ് ആര്യാപ്പള്ളമാണ്. അതുപോലെ ആരുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ആര്യാപ്പള്ളം മറക്കുട ബഹിഷ്കരണ യാത്രയ്ക്ക് നേതൃത്വം നൽകി? അപ്പോൾ മറക്കുട ബഹിഷ്കരണ യാത്രയ്ക്ക് നേതൃത്വം നൽകിയത് ആര്യാപ്പള്ളം. അത് ആരുടെ നിർദ്ദേശപ്രകാരമാണെന്ന് ചോദിച്ചാൽ VT ഭട്ടതിരിപ്പാടിന്റെ നിർദ്ദേശപ്രകാരമാണ്. അതുപോലെ നമ്പൂതിരി ബില്ല് ചർച്ച ചെയ്യാനായിട്ട് കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത വനിതയായിരുന്നു വെച്ചാലും ആര്യാപ്പള്ളമാണ് ഉത്തരമായിട്ട് വരേണ്ടത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പേരാണ് ലളിതാംബിക അന്തർജനം. ഇതും PSC പരീക്ഷയിൽ പലപ്പോഴായിട്ട് ചോദിക്കാറുള്ള ഒരു ഭാഗമാണ് ലളിതാംബിക അന്തർജനം എന്ന കാര്യം ഓർക്കുക. സാഹിത്യ രചനകളിലൂടെ നമ്പൂതിരി സമുദായത്തിന്റെ നവീകരണത്തിനായി പ്രവർത്തിച്ച പ്രധാനപ്പെട്ട ഒരു വനിതയാണ് ലളിതാംബിക അന്തർജനം എന്ന് നമുക്കറിയാം. ലളിതാംബിക അന്തർജനത്തിന്റെ ആദ്യ കവിതാ സമാഹാരം ഏതാണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ലളിതാംബിക അന്തർജനത്തിന്റെ ആദ്യ കവിതാ സമാഹാരം 1936 പുറത്തു വന്ന ലളിതാഞ്ജലി എന്നതാണ്. ഏതാണ്? ലളിതാഞ്ജലി എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. ലളിതാഞ്ജലി എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. ലളിതാഞ്ജലി എന്ന പേര് ഓർത്തിരിക്കുക. അപ്പോൾ ലളിതാംബിക അന്തർജനത്തിന്റെ ആദ്യത്തെ കവിതാ സമാഹാരമാണ് ഏതെന്ന് പറയുന്നത് ലളിതാഞ്ജലി എന്ന കാര്യം ഓർക്കുക. എന്താണ് ലളിതാഞ്ജലി? 1935 ലളിതാംബിക അന്തർജനം രചിച്ച വിധവാ വിവാഹം പ്രതിപാദി വിഷയമായ നാടകമാണ് പുനർജന്മം എന്ന് പറയുന്നത്. അപ്പോൾ പുനർജന്മം എന്ന് പറയുന്ന നാടകം ലളിതാംബിക അന്തർജനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ എടുത്തു പറഞ്ഞ എന്താണ്? 1935 ലളിതാംബിക അന്തർജനം രചിച്ച വിധവാ വിവാഹം പ്രതിപാദി വിഷയമായ നാടകമാണ് പുനർജന്മം എന്ന കാര്യം ഓർത്തിരിക്കുക. ഇദ്ദേഹത്തിന് ലളിതാംബിക അന്തർജനത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിക്കുന്നുണ്ട് 1977. 1977 എന്ത് ലഭിക്കുന്നുണ്ട്? കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിക്കുന്നുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. 1909 മാർച്ച് 30 ഇവർ ജനിക്കുന്നത്. 1987 ഫെബ്രുവരി 6 ഇവർ അന്തരിച്ചു. ഇതിനിടയിൽ 1977 ഇവർക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? കേരള സാഹിത്യ അക്കാദമി അവാർഡും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിക്കുന്നുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. ലളിതാംബിക അന്തർജന സ്മാരക സാഹിത്യ അവാർഡ് ആദ്യമായി ലഭിച്ച വ്യക്തിയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 1992 അത് വൈക്കം മുഹമ്മദ് ബഷീറിനാണ്. ലളിതാംബിക അന്തർജന സ്മാരക സാഹിത്യ അവാർഡ് ആദ്യമായിട്ട് ലഭിച്ചത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. ലളിതാംബിക അന്തർജനം എന്ന ആ പേര് നമ്മൾ ഓർക്കുമ്പോൾ, അവരുടെ സൃഷ്ടികളിലേക്ക് കടന്നു വരുമ്പോൾ ഒരിക്കലും മറക്കാത്ത ഒന്നാണ് അഗ്നിസാക്ഷി എന്ന് പറയുന്നത്. ലളിതാംബിക അന്തർജനത്തിന്റെ ആദ്യത്തെ നോവൽ ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് അഗ്നിസാക്ഷിയാണ്. അഗ്നിസാക്ഷിയാണ്. അപ്പോൾ തൊട്ടു മുമ്പ് പറഞ്ഞത് നിങ്ങൾ മറക്കരുത്. ലളിതാംബിക അന്തർജനവുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുകയുണ്ടായിരുന്നു. ലളിതാംബിക അന്തർജനത്തിന്റെ ആദ്യ കവിതാ സമാഹാരം ചോദിച്ചാൽ അത് ലളിതാഞ്ജലിയാണ്. അതേപോലെ തന്നെ 1935 ലളിതാംബിക അന്തർജനം രചിച്ച വിധവാ വിവാഹം പ്രതിപാദി വിഷയമായ നാടകമാണ് പുനർജന്മം. ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് ലളിതാംബിക അന്തർജനം രചിച്ച ആദ്യത്തെ നോവലാണ് പ്രസിദ്ധമായിട്ടുള്ള അഗ്നിസാക്ഷി എന്നത്. 1976 വർഷത്തിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. 1976 വർഷത്തിലാണ്. ആദ്യ വയലാർ അവാർഡ് ജേതാവ് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടതും ഈ പറയുന്ന ലളിതാംബിക അന്തർജനമാണ്. 1977. 1977 ഇവർക്ക് വയലാർ അവാർഡ് ലഭിക്കുന്നത് അഗ്നിസാക്ഷി എന്ന കൃതിക്കാണെന്ന് നമുക്കറിയാം. ലളിതാംബിക അന്തർജനത്തിന് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചതും 1977 ഇതേ കൃതിക്ക് തന്നെയാണ്. അപ്പോൾ വയലാർ അവാർഡും അതുപോലെ തന്നെ ഈ പറയുന്ന 1977 ഓടക്കുഴൽ അവാർഡും അതുപോലെ തന്നെ കേരള സാഹിത്യ പുരസ്കാരവും 1977 ലഭിച്ച
ആ അപൂർവ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ലളിതാംബിക അന്തർജനമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ലളിതാംബിക അന്തർജനത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, അതുപോലെ തന്നെ ഓടക്കുഴൽ പുരസ്കാരം, അതേപോലെ തന്നെ വയലാർ അവാർഡ്, ഇതൊക്കെ ലഭിക്കുന്നത് 1977 ആദ്യമായിട്ട് വയലാർ അവാർഡ് ലഭിക്കുന്നത് ലളിതാംബിക അന്തർജനത്തിനാണ്. 1977 വയലാർ അവാർഡ് ഏർപ്പെടുത്തിയ അല്ലെങ്കിൽ ആദ്യമായിട്ട് നൽകി തുടങ്ങിയ വർഷം റിപ്പീറ്റായി ചോദിക്കുന്നതാണ് 1977. അത് ആദ്യമായിട്ട് കിട്ടിയ കൃതി ചോദിച്ചാൽ അഗ്നിസാക്ഷി, ആദ്യമായിട്ട് കിട്ടിയ വ്യക്തി ചോദിച്ചാൽ ലളിതാംബിക അന്തർജനം, അഗ്നിസാക്ഷിയുടെ പ്രത്യേകത ചോദിച്ചാൽ ലളിതാംബിക അന്തർജനത്തിൻ്റെ ആദ്യത്തെ നോവലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ലളിതാംബിക അന്തർജനവുമായി ബന്ധപ്പെട്ട് അവരുടെ ആത്മകഥ ചോദിക്കും. ആത്മകഥയ്ക്കൊരു ആമുഖം. ആത്മകഥയ്ക്ക് ഒരു ആമുഖം എന്ന് പറയുന്നത് ലളിതാംബിക അന്തർജനത്തിൻ്റെ ആത്മകഥയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ലളിതാംബിക അന്തർജനത്തിൻ്റെ ആത്മകഥയുടെ പേര് പരിചയപ്പെട്ടു. ആത്മകഥയ്ക്ക് ഒരു ആമുഖം. അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ അടുത്തൊരു ചോദ്യം കൂടെ പരിചയപ്പെടാം. സ്പീക്കർ രാജി സമർപ്പിക്കുന്ന ആർക്കാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ഡെപ്യൂട്ടി സ്പീക്കർക്കാണെന്നായിരിക്കും ഓർത്തിരിക്കുക. സ്പീക്കർ രാജി സമർപ്പിക്കുന്നത് ആർക്കാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ലോകസഭയുടെ അധ്യക്ഷനാണ് സ്പീക്കർ എന്ന് നമുക്കറിയാം. അദ്ദേഹം രാജി സമർപ്പിക്കുന്നു. ഇപ്പം നമ്മുടെ നിയമസഭയിലുണ്ട്. രാജി സമർപ്പിക്കുന്ന ആർക്കാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഡെപ്യൂട്ടി സ്പീക്കർക്കാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. കുറേ കാര്യങ്ങൾ പരിചയപ്പെടുത്തി. PSC എപ്പോഴും ചോദിക്കുന്ന, പ്രത്യേകിച്ചും ഈ LGS ലെവലും 10th പ്രിലിംസ് ലെവലും പരീക്ഷയിലൊക്കെ എപ്പോഴും ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്തിയത്. എല്ലാം പ്രീവിയസ് ആണ്. കുറേ കാര്യങ്ങൾ SCERT ഫാക്റ്റുമാണ് പരിചയപ്പെടുത്തിയത്. എല്ലാം നല്ല രീതിയിൽ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കൂടുതൽ കാര്യങ്ങളായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.